ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ hybridization of CH3, CH2, CH2, CN? ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ ഏതെന്നാണ്. ഈ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കാരണം ഇതില് 4 കാർബൺ, അതായത് CH3, CH3, CH2, CH2, CN. അപ്പൊ CN എന്ന് പറയുമ്പോൾ നൈട്രയിലാണ്, C ട്രിപ്പിൾ ബോണ്ട് N ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാ ഓപ്ഷനിലും 1 or 2 ഹൈബ്രിഡൈസേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓരോ ഓപ്ഷൻ നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഒന്നുകിൽ sp3 ആണ്, അല്ലെങ്കിൽ sp2 sp3 ആണ്, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന് 4 കാർബണും ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് എന്നൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം ഈ 3 കാർബണും എന്താണ്, സിംഗിൾ ബോൺസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് അവിടുത്തെ പോയിന്റ്? സിംഗിൾ ബോൺസ് മാത്രമാണെങ്കിൽ ഏതാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് ഞാൻ പറഞ്ഞത്? സിംഗിൾ ബോണ്ട് മാത്രമാണെങ്കിൽ അത്രേ ഉള്ളൂ. sp3 ഹൈബ്രിഡൈസേഷൻ ആണ് സിംഗിൾ ബോണ്ടിനുള്ളത്. അപ്പോ കാർബൺ ഞാൻ നമ്പർ ചെയ്യാം, 1, 2, 3 എന്നീ കാർബൺസിനെ ഞാൻ നമ്പർ ചെയ്യുകയാണെങ്കിൽ ഈ 3 കാർബണും sp3 ഹൈബ്രിഡൈസേഷൻ തന്നെയാണ്. ഓക്കെ, അതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു കാർബൺ ഇത് മാത്രമേ ഉള്ളൂ, അതിലൊരു ട്രിപ്പിൾ ബോണ്ട് ആണ്. അപ്പൊ ട്രിപ്പിൾ ബോണ്ടിലുള്ള ഹൈബ്രിഡൈസേഷൻ ഏതാ? ഹൈബ്രിഡൈസേഷൻ. അപ്പോ ഇനി അത് ഒന്നും കൂടെ പഠിക്കാനായിട്ട് നിൽക്കരുത്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ sp3, ഡബിൾ ബോണ്ട് ആണെങ്കിൽ sp2 ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ sp. ഇങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ വരുന്നത്. അപ്പോ ഹൈബ്രിഡൈസേഷൻ ഓഫ് 3 കാർബൺസ് ആർ sp3 ആൻഡ് 1 കാർബൺ ഈസ് sp. അത് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ നമുക്കുള്ളൂ. ഏതാണ്? എ ഓപ്ഷൻ, sp ആൻഡ് sp3. അതുകൊണ്ട് നമുക്ക് അത് മാർക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ സ്ട്രക്ചർ ഒന്നും വരയ്ക്കാനായിട്ട് നിൽക്കരുത്. ഹൈഡ്രജന്റെ എണ്ണം മാത്രം എണ്ണുക. കാരണം കാർബണില് ഇവിടെ ഓരോ കാർബണും ഇങ്ങനെ തമ്മിൽ പരസ്പരം അറ്റാച്ച് ചെയ്യുമ്പോൾ ഓരോ വാലൻസി കട്ടാവും. ബാക്കിയുള്ള വാലൻസികൾ നോക്കിയാൽ മതി. അപ്പോ ടെർമിനൽ കാർബൺസിൽ 3 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആ കാർബണിന് എല്ലാ ഇതും ബോൺസും എന്തായിരിക്കും? സിംഗിൾ ബോൺസ് ആയിരിക്കും. ഓക്കെ, ഇനി ടെർമിനൽ കാർബണിലല്ല, മിഡിൽ കാർബണിൽ 2 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതിനും എല്ലാ ബോൺസും എന്തായിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കും. അല്ലാതെ ഈ സ്ട്രക്ചർ വരച്ച് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനായിട്ട് നിൽക്കരുത്, എന്നാൽ സമയം ഒരുപാട് വേസ്റ്റ് ആവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ വാലൻസി ഓഫ് കാർബൺ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. വാലൻസി ഓഫ് കാർബൺ ടെട്രാ വാലന്റ് ആണ് കാർബൺ. കാർബണിന് 4 വാലൻസി ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ 4 വാലൻസി ഉള്ളത് കൊണ്ടാണ് കാർബണിന്റെ 2 പ്രോപ്പർട്ടി ആണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി ടെട്രാ വാലൻസി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കാറ്റനേഷൻ. ഈ 2 പ്രോപ്പർട്ടി കൊണ്ടാണ് കാർബൺ ഇത്രയും അധികം കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. അതിൽ ടെട്രാ വാലൻസി അതിന്റെ 4 വാലൻസി ആണ്. കാറ്റനേഷൻ എന്ന് പറയുമ്പോൾ എന്താ? കാർബണ് പരസ്പരം മറ്റ് കാർബൺ ആറ്റംസുമായിട്ട് അല്ലെങ്കിൽ കാർബൺ ലൈക്ക് ആറ്റംസുമായിട്ട് ഇതുപോലെ കമ്പൈൻ ചെയ്ത് സ്ട്രേറ്റ് ചെയിൻ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ ബ്രാഞ്ചഡ് ചെയിൻസ് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ ഞാൻ ഇവിടെ വരയ്ക്കുന്ന പോലെ ക്ലോസ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റനേഷൻ. അപ്പോൾ ടെട്രാ വാലൻസി ആൻഡ് കാറ്റനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ ആൻസർ ടെട്രാ വാലൻസി. ഓക്കെ, ടെട്രാ വാലന്റ്. ടെട്രാ മീൻസ് 4. ഇതിന്റെ ആൻസർ അതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും ഹൈബ്രിഡൈസേഷൻ പോലെ തന്നെയാണ്. ഹൗ മെനി സിഗ്മ ആൻഡ് പൈ ബോൺസ് ആർ പ്രസന്റ് ഇൻ ദ ഫോളോയിങ് മോളിക്യൂൾ? താഴെ തന്നിരിക്കുന്ന മോളിക്യൂളിൽ ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ട്, ഞാൻ അതിവിടെ വരയ്ക്കാം. N ട്രിപ്പിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് C, H, C ട്രിപ്പിൾ ബോണ്ട് N. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ CH2 ആണ് കേട്ടോ. CH. ഓക്കെ, അപ്പോ ഈ ഒരു കോമ്പൗണ്ടിന്റെ പ്രത്യേകത ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് എത്ര സിഗ്മ ആൻഡ് പൈ ബോൺസ് ഇവിടെ ഉണ്ടെന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ബോൺസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
അപ്പൊ സിഗ്മ ആൻഡ് പൈ ബോൺസിന്റെ ആൻസർ എങ്ങനെ പറയാൻ നോക്കാം. ഒരു സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഏത് ബോണ്ട്, ഈ പോയിന്റ് ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ പഠിച്ചങ്ങ് പോകണം, ഇനി മറ്റൊരു സമയം പഠിക്കാനായിട്ട് വെക്കരുത്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഏത് ബോണ്ട്, സിഗ്മ ബോണ്ട് ആണോ പൈ ബോണ്ട് ആണോ, എന്താണ്? സിഗ്മ ബോണ്ട് ആണ്. ഇനി ഡബിൾ ബോണ്ട് ആണെങ്കിലോ? ഒരു സിഗ്മ ഒരു പൈ. ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും. ഇനി ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ? ഒരു സിഗ്മ ബോണ്ട് രണ്ട് പൈ ബോണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബോണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഏതാണോ, ഇതേപോലെ കോമ്പൗണ്ട് തന്നിരിക്കും. അപ്പൊ അതിന്റെ വാലൻസി കാര്യങ്ങളൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആ കോമ്പൗണ്ടിന്റെ സിഗ്മ പൈ ബോണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു കാറ്റിയോണോ അല്ലെങ്കിൽ ഫ്രീ റാഡിക്കലോ ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ വാലൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടൊന്നും നിൽക്കേണ്ട. തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എത്ര സിഗ്മ എത്ര പൈ ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഇതാ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ട്രിപ്പിൾ ബോണ്ട് ഉണ്ടായിരിക്കുമ്പോഴത്തേക്ക് അവിടെ എന്താണ്, ട്രിപ്പിൾ ബോണ്ടിൽ ഒരു സിഗ്മ ഉണ്ട്, രണ്ട് പൈ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു സിഗ്മ കൂടെ ആഡ് ആയി. ഇനി ഇവിടെ ഒരു CH സിംഗിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ അവിടെ വീണ്ടും ഒരു സിഗ്മ ആഡ് ആയി. ഓക്കെ, ഇനി ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ അവിടെ എന്താണ്, ഒരു സിഗ്മ രണ്ട് പൈ. ഓക്കെ, ഇത്രയും ബോണ്ട്സ് ആഡ് ആയിട്ടുണ്ട്. അപ്പോ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു കറക്ഷൻ വരും. ഇവിടെ CH2 ആണ് കേട്ടോ, CH2 ആണ്. ഓക്കെ, CH2 CN ആണ്. അപ്പൊ CH2 ആകുമ്പോഴത്തേക്ക് ഇതാ ഒരു ഹൈഡ്രജൻ കൂടെ വരുന്നു. അപ്പൊ ആ ഒരു ഹൈഡ്രജൻ കൂടെ വരുമ്പോ അവിടെ വീണ്ടും ഒരു സിഗ്മ ബോണ്ട് ആഡ് ആയി. ഓക്കെ, അപ്പൊ സിഗ്മ ബോണ്ട് 1 2 3 4 5 സിഗ്മ ബോണ്ട് 5 സിഗ്മ ബോണ്ട്സ് ഉണ്ട്. ഇനി ഇവിടെയും ഇവിടെയും രണ്ട് വെച്ച് 4 പൈ ബോണ്ട്സും ആകെ ടോട്ടൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ 5 സിഗ്മ ബോണ്ട്സ് ആൻഡ് 4 പൈ ബോണ്ട്സ്. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഈ ഒരു കോമ്പൗണ്ട് ഇതാണ്. ഒരു നൈട്രേറ്റ് സ്ട്രക്ചർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് N ട്രിപ്പിൾ ബോണ്ട് C CH2 C ട്രിപ്പിൾ ബോണ്ട് N. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്ട്രക്ചർ കേട്ടോ. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതില് ബോണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ 5 സിഗ്മ ബോണ്ട്സും 4 പൈ ബോണ്ട്സും ആണ് ഉള്ളത്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ. അപ്പൊ ഇവിടെ എസും പിയും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചിലവിൽ എസും പിയും ഡിയും കൊടുത്തിരിക്കും. അപ്പൊ അവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞത്. കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടില്ല, നമുക്ക് അതിന്റെ ഓർഡർ കണ്ടുപിടിക്കാനേ ഉള്ളൂ. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന പോയിന്റ്, എസ് എന്ന് പറയുന്ന ഓർബിറ്റൽ, എസ് ഓർബിറ്റൽ ഇലക്ട്രോൺ റിച്ച് ആണ് എന്ന് വിചാരിക്കാം. എസ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സർക്കുലർ ഇലക്ട്രോൺ ക്ലൗഡ് ആണുള്ളത് അല്ലെ. പി ഓർബിറ്റൽ ആകുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ ഒരു ഡംബിൾ ഷേപ്പ്, ഡി ഓർബിറ്റൽ ആകുമ്പോഴത്തേക്ക് ഇതാ ഇത്തരത്തിലുള്ള ഒരു ഡബിൾ ഡംബിൾ ഷേപ്പ്. ഇങ്ങനെയായിരിക്കും ഓർബിറ്റൽസിന്റെ ഷേപ്പ് വരുന്നത്. അപ്പൊ എസ് ഓർബിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ഓർബിറ്റ് ആണ് വരുന്നത്. ആ സ്പെറിക്കൽ ഓർബിറ്റ് വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓർ പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. അതിന് രണ്ട് റീസൺ ഉണ്ട്. ഒന്ന് ഇതിന്റെ ജോമെട്രിക്കൽ ഷേപ്പും, രണ്ടാമത്തത് എസ് ഓർബിറ്റലിന് നോഡുകൾ ഇല്ല. നോഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഇല്ലാത്ത സ്ഥലം എന്നാണ് അർത്ഥം. ദാ പി ഓർബിറ്റലിന്റെ നോഡ് ഉണ്ട്, ദാ ഇതാണ് ഒരു നോഡ്. ആ വര പാസ് ചെയ്യുന്ന ലൈനിലെങ്ങും ഒരു ഇലക്ട്രോൺ പോലും കാണില്ല. ഡി ഓർബിറ്റലിന്റെ നോഡ് ദാ ഇതാ. ഓക്കെ, പക്ഷേ എസ് ഓർബിറ്റലിന് നോഡില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് എസ് ക്യാരക്ടർ അല്ലെങ്കിൽ എസ് ഓർബിറ്റലിന് എന്ത് കൂടുതലായിരിക്കും? ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടർ കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് ഇവിടുത്തെ പോയിന്റ്. ഈ ഒരൊറ്റ പോയിന്റ് പഠിച്ചാൽ മതി ഇതിന്റെ ആൻസർ ചെയ്യാൻ. എസ് ഓർബിറ്റലിന് ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടർ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. അപ്പൊ ഇതാണ് പോയിന്റ്. ഈ പോയിന്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ആൻസർ നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 3 ഓർബിറ്റൽസ് ആണ്, sp2 ആൻഡ് sp3. അപ്പൊ നമുക്ക് നോക്കാം. sp എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഒരു എസ് ഒരു പി. അപ്പൊ ഇവിടെ എസ് ക്യാരക്ടർ എന്ന് പറയുന്നത് 50% ആണ്. കാരണം ഹാഫ് ഹാഫ് അല്ലേ വരുന്നത്, ഒന്ന് എസ് ആണ് ഒന്ന് പി ആണ്.
അപ്പൊ എസ് ക്യാരക്ടർ ഇവിടെ 50% ഉണ്ട്. ഓക്കെ, ഇനി അല്ലെങ്കിൽ 1/2. ഓക്കെ, ഇനി sp2 ആകുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ വരും, ഒരു എസും 2 p ആണ് ഉള്ളത്. അപ്പൊ അവിടെ എസ് ക്യാരക്ടർ എന്ന് പറയുന്നത് 1/3, 3/1 മാത്രമേ എസ് ക്യാരക്ടർ ഉള്ളൂ. ഇനി sp3 ആണെങ്കിലോ ഒരു എസും 3 p യും. ഓക്കെ, അപ്പോ എസ് ക്യാരക്ടർ വരും 4/1 മാത്രമേ, 1/4 മാത്രമേ എസ് ക്യാരക്ടർ വരുന്നുള്ളൂ, അല്ലെങ്കിൽ 25% വരുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഇതിൽ ഏറ്റവും കൂടുതൽ എസ് ക്യാരക്ടർ കാണിക്കുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ എസ് ക്യാരക്ടർ കാണിക്കുന്ന sp ഹൈബ്രിഡ് ഓർബിറ്റിലാണ്. അതുകൊണ്ട് sp ഹൈബ്രിഡ് ഓർബിറ്റ് തന്നെ ആയിരിക്കും ഗ്രേറ്റർ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ sp ക്ക് ആയിരിക്കും. sp കഴിഞ്ഞാൽ sp2 വരും. ഓക്കെ, അപ്പൊ എന്താണ് ഓർഡർ? sp ക്ക് ഏറ്റവും കൂടുതൽ, sp2 രണ്ടാമത്, സെക്കൻഡ് ഓർഡർ, ആൻഡ് ഏറ്റവും കുറവ് ഉള്ളത്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കുറവുള്ളത് sp3 ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ഓർഡർ വരുന്നത്. ആ ക്വസ്റ്റ്യൻ, ആ ഒരു ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇനി ആ ഓർഡറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് ഏതാണെന്ന് നോക്കാം. ഓക്കെ, ബി ഓപ്ഷൻ ഒന്ന് നോക്കൂ. ബി ഓപ്ഷൻ ദാ sp ക്ക് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞാൽ sp2, അത് കഴിഞ്ഞാൽ sp3. അങ്ങനെയാണ് ആ ഒരു ഓർഡർ കൊടുത്തിരിക്കുന്നത്, അല്ലെ? ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ക്യാരക്ടർ കാണിച്ചിരിക്കുന്ന sp ആണ്. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ആ ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഗ്രേറ്റർ ദ എക്സ് ക്യാരക്ടർ, ഗ്രേറ്റർ വിൽ ബി ദ ഇലക്ട്രോനെഗറ്റിവിറ്റി. അതാണ് അവിടുത്തെ പോയിന്റ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്, ഇതാണ് കണ്ടൻസ്ഡ് ഫോർമുല ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. വളരെ ഈസി അല്ലേ? ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും ഏതാണ് കണ്ടൻസ്ഡ് ഫോർമുല. ഓപ്ഷൻ മാത്രം പറഞ്ഞാൽ മതി. ഓപ്ഷൻ എ. കണ്ടൻസ്ഡ് ഫോർമുല ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എല്ലാം ബോൺസ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാ ഓപ്ഷനിലും ബോൺസ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് കണ്ടൻസ് ചെയ്തിരിക്കുന്ന ഫോർമുല ഏതാണ്? CH3 ആണ്. ഓക്കെ, അതുകൊണ്ട് ഡി വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് കണ്ടൻസ്ഡ് ഫോർമുല. ബാക്കി മൂന്നെണ്ണവും അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. ആ ഒരു കണ്ടൻസ്ഡ് ഫോർമുല, കംപ്ലീറ്റ് ഫോർമുല അതെല്ലാം ഓർമ്മ വന്നില്ലെങ്കിൽ കൂടി ഇതിന് മൂന്നിലും അല്ലെങ്കിൽ 4 ഓപ്ഷൻ എടുത്താലും ഓഡ് വൺ ആയിട്ട് നിൽക്കുന്ന ഏതാണ്? ഡി ഓപ്ഷൻ മാത്രമാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ചില പോയിന്റ്, ആ ഒരു പോയിന്റ് അറിഞ്ഞൂടെങ്കിൽ കൂടി അത് സ്കിപ്പ് ചെയ്യരുത്. വളരെ ഈസി ആയിട്ട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഇനി അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ ചെയ്യാം. കണ്ടൻസ്ഡ് ഫോർമുല ഫോർ എക്സാമ്പിൾ ഇതാണ് CH3, CH2, 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 CH3. ഈ ഒരു മോളിക്യൂളിനെ നമുക്ക് ഏറ്റവും കണ്ടൻസ് ആയിട്ടുള്ള രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് CH3 കൊടുത്തിട്ട് ഇവിടെ മധ്യഭാഗത്തായിട്ട് 3 CH2 യൂണിറ്റ്സ് ഉണ്ട്. ആ CH2 യൂണിറ്റ്സിനെ ഒരു വരയൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമുക്ക് CH2 എന്ന് എഴുതിയിട്ട് ഹൗ മെനി 3 ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, CH2 3 ടൈംസ് CH3. ഇങ്ങനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു റെപ്രസെന്റേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് വേണം മാർക്ക് ചെയ്യാൻ. അപ്പൊ ഏറ്റവും കണ്ടൻസ് ആയിട്ട് നിൽക്കുന്ന ഫോർമുല ഇതാണ്. ഓക്കെ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള റെപ്രസെന്റേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം അവിടെ ഈ ഒരു പോയിന്റ് പറഞ്ഞതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ആ ഒരു പോയിന്റും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യനിൽ വിച്ച് ഈസ് നോട്ട് എ ഹെട്രോ ആറ്റം, ഇതിൽ ഹെട്രോ ആറ്റം അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ആൻസർ പറഞ്ഞോളൂ. ക്വസ്റ്റ്യൻ ആണ് യെസ്, കാർബൺ. ഹെട്രോ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് കാർബണും ഹൈഡ്രജനും വരുന്ന ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കാനുണ്ട്, അല്ലെ? അപ്പൊ ഈ ഹൈഡ്രോ കാർബൺസിൽ കാർബണും ഹൈഡ്രജനും അല്ലാതെ ബാക്കി വരുന്ന ആറ്റംസിനെയാണ്, കാർബൺ ലൈക്ക് ആറ്റംസിനെയാണ് എന്ത് പറയുന്നത്? ഹെട്രോ ആറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലൊരിക്കലും എന്ത് വരില്ല? കാർബൺ വരില്ല. സോ ആൻസർ കാർബൺ ആണ്. അല്ലാതെ ഓക്സിജൻ വരും, അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. നൈട്രജൻ വരും, കോമ്പൗണ്ട്സ് നമുക്കറിയാം. സൾഫർ വരും, അതും കോമ്പൗണ്ട്സ് നമുക്കറിയാം. സോ 6th ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? സി ആണ്, കാർബൺ ആണ് ആൻസർ. ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യൻ. അതും ഈസി ആണല്ലോ. ഐഡന്റിഫൈ ദ കണ്ടൻസ്ഡ് ഫോർമുല ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട്. കോമ്പൗണ്ട് കണ്ട് നമ്മൾ പേടിക്കേണ്ട, വളരെ ഈസി ആണ്. അപ്പൊ ഈ കോമ്പൗണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇവിടെ ഈ ഒരു CL കണ്ടോ? ഈ ഒരു CL-നും CL കഴിഞ്ഞിട്ട് CH2, 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 അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു CH ഉണ്ട്.
ഓക്കെ, അപ്പം ഈ 4 CH2s എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കും വരുന്നത്? ആദ്യം ഒരു Cl വരും, അത് കഴിഞ്ഞ് CH2 യൂണിറ്റ് എഴുതിയിട്ട് എത്ര പ്രാവശ്യം നമ്മളിവിടെ കണ്ടതാണ്, 4 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു CH വരും. അപ്പൊ ഇനി ഇത്രയും എഴുതിയതിനു ശേഷം നമ്മൾ ബാക്കി നോക്കരുത്, ഇനി നമ്മൾ ഓപ്ഷൻ നോക്കണം. ഓക്കെ, ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ 2 പ്രാവശ്യമേ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ, ഇവിടെ 3 പ്രാവശ്യം, ആൻഡ് ഇവിടെ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ 3 പ്രാവശ്യമേ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ ആണല്ലോ. ഓക്കെ, അപ്പോ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നത് സി ഓപ്ഷൻ ആയതുകൊണ്ട് ആ സി ഓപ്ഷൻ നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കറുപ്പിക്കാം. ഓക്കെ, സി ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പം ബാക്കിയുള്ള ചെയ്യുന്ന ഇത്രയും നമ്മൾ ചെയ്തെടുക്കുന്ന കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു സമയം നമുക്ക് ലാഭിക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കുക, അങ്ങനെ ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അടുത്തതിലോട്ട് പോവുക. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു നോക്കുന്നത് വഴി ഏതെങ്കിലും 2 ഓപ്ഷനെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ചാൻസ് 50-50 ആയിട്ട് കുറയും. ഓക്കെ, ഇനി നമുക്ക് തൊട്ടടുത്ത സ്റ്റെപ്പും കൂടെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആൻസർ കിട്ടും. അപ്പം അങ്ങനെയെല്ലാം ചെറിയ ചെറിയ ട്രിക്ക് വഴിയാണ് നമ്മൾ ടൈം സേവ് ചെയ്യേണ്ടത്. കാരണം കെമിസ്ട്രി, അതുപോലെ കെമിസ്ട്രിയിൽ ചിലയിടങ്ങളിൽ നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരും, കാരണം തെർമോഡൈനാമിക്സ് പോലുള്ള ചാപ്റ്റേഴ്സിൽ നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാനുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കിയുള്ള ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു സമയം ഇവിടെ സേവ് ചെയ്യുന്ന സമയമാണ് എന്തില്, നമ്മൾ ഫിസിക്സിലും മാത്സിലും എല്ലാം കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. കെമിസ്ട്രിയിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട്, അതായത് 1 മിനിറ്റിൽ കൂടുതൽ ടൈം എടുക്കുന്ന പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ബയോളജി അതുപോലുള്ള ജനറൽ തിയറിറ്റിക്കൽ സബ്ജക്റ്റിൽ നിന്ന് ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആണെങ്കിൽ, അപ്പം ഡയറി സയൻസിൽ നിന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കും. അവിടെയെല്ലാം സേവ് ചെയ്യുന്ന സമയമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് സി ആൻസർ ആണ്. നമ്മൾ ബാക്കി അത് ഫില്ല് ചെയ്യണ്ട. അപ്പൊ അത് ഫില്ല് ചെയ്യേണ്ട എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയാം, അത് അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് എ സൈക്ലിക് കോമ്പൗണ്ട്സ്? അപ്പൊ കോമ്പൗണ്ട്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സൈക്ലിക് കോമ്പൗണ്ട്സിൽ നമുക്ക് 2 ആയിട്ട്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്, നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഒന്ന് സൈക്ലിക് കോമ്പൗണ്ട്സ്, അതിനെയാണ് നമ്മൾ റിംഗ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ എസൈക്ലിക് കോമ്പൗണ്ട്സ്. എസൈക്ലിക് കോമ്പൗണ്ട്സ്, ഈ എസൈക്ലിക് കോമ്പൗണ്ട്സിന്, അതായത് സൈക്ലിക് അല്ലാത്ത സ്ട്രേറ്റ് ചെയിൻ ആയിരിക്കാം. ഓക്കെ, സൈക്കിൾ അല്ല, ഒരു റിംഗ് പോലെ ഇരിക്കുന്നില്ല, ക്ലോസ്ഡ് അല്ല. അപ്പൊ ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ആലിഫാറ്റിക് കോമ്പൗണ്ട്സ്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് എ ഓപ്ഷൻ ആണ്, ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ആലിഫാറ്റിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ സൈക്ലിക് അല്ലാത്ത കോമ്പൗണ്ട്സ്. ഇനി റിംഗ് സ്ട്രക്ചർ ഉള്ള കോമ്പൗണ്ട്സിൽ തന്നെ സാധാരണ റിംഗ് വരുന്ന കോമ്പൗണ്ട്സും ഉണ്ട്, അല്ലാതെയുള്ള ആരോമാറ്റിക് കോമ്പൗണ്ട്സും ഉണ്ട്. അപ്പൊ ആരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ പ്രത്യേകതയും കൂടെ ഒന്ന് പറഞ്ഞു പോവാം. എന്താണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത? അതിന്റെ പേര് തന്നെ ആരോമ എന്ന് പറഞ്ഞാൽ സ്മെൽ എന്നാണ് അർത്ഥം. അപ്പൊ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫ്രാഗ്രൻസ് ഉള്ള, അല്ലെങ്കിൽ ഒരു പ്രത്യേക എന്താ പറയാ, ഒരു ഐഡന്റിക്കൽ ആയിട്ടുള്ള സ്മെല്ലുള്ള കോമ്പൗണ്ട്സ് ആണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത അതിൽ അൺസാച്ചുറേറ്റഡ് ആയിരിക്കും, ഓൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോണ്ട്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ. ആലിഫാറ്റിക്കും ആരോമാറ്റിക്കും ആണ് പ്രധാന ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം. ആരോമാറ്റിക് അല്ല, ആരോമാറ്റിക് സൈക്ലിക് ആണെന്ന് നമുക്കറിയാം. ഹെട്രോസൈക്ലിക്, അതിൽ തന്നെ സൈക്ലിക് ഉണ്ട്. ആലിസൈക്ലിക്, അതിലും സൈക്ലിക് ഉണ്ട്. അപ്പം അതൊന്നുമല്ല, ബാക്കി ഏത് ഓപ്ഷനേ ഉള്ളൂ? ആലിഫാറ്റിക് മാത്രമേ ഉള്ളൂ. സോ ആലിഫാറ്റിക് എന്താണ് എന്ന് അറിഞ്ഞുകൂടെങ്കിൽ കൂടി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറയാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഹോമോലോഗ സീരീസിൽ നമ്മൾ പറഞ്ഞ 2 പോയിന്റ് എന്താ? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതിനൊരു ജനറൽ ഫോർമുല ഉണ്ടായിരിക്കും. ഹോമോലോഗ സീരീസിന് ഒരു ജനറൽ ഫോർമുല ഉണ്ടായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ സക്സസീവ് കോമ്പൗണ്ട്സ് വിൽ ബി ഡിഫർ ബൈ എ CH2 ഗ്രൂപ്പ്. ഒരു CH2 ഗ്രൂപ്പ് വെച്ച് ഡിഫർ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എക്സാമ്പിൾസ് ഒന്ന് നോക്കിയാലോ? അപ്പോ ഒരു ഹോമോലോഗ സീരീസ് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയാം. അപ്പോ
എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആൽക്കെയിൻസ് ഒരു ഹോമോലോഗ സീരീസ് ആണ്. ആൽക്കെയിൻസിലെ ആദ്യത്തെ കോമ്പൗണ്ട് CH4 ആണ് വരുന്നത്, മീഥെയ്ൻ. ഓക്കെ, രണ്ടാമത്തെ കോമ്പൗണ്ട് അടുത്ത C2 വരുമ്പോഴത്തേക്ക് H എത്രയാവും? 6 ആവും. അപ്പം ഈ രണ്ട് കോമ്പൗണ്ട് തമ്മിൽ ഒരു കാർബണിലും വ്യത്യാസമുണ്ട്, 2 ഹൈഡ്രജനിലും വ്യത്യാസമുണ്ട്. അതായത് 4 ഹൈഡ്രജനിൽ നിന്ന് 6 ഹൈഡ്രജൻ ആയിട്ട് മാറി. അപ്പൊ 2 ഹൈഡ്രജൻ ആയിട്ടാണ് കൂടിയത്. അപ്പൊ ഇവിടെ ഒരു CH2യുടെ ഡിഫറൻസ് വന്നു. ഇനി അടുത്ത C3H8 ആണ്. അപ്പൊ ഈ അടുത്തടുത്ത രണ്ട് കോമ്പൗണ്ട് തമ്മിലോ C2ൽ നിന്ന് 3 ആയി. അപ്പൊ ഒരു കാർബൺ. ഹൈഡ്രജൻ എത്ര? 6ൽ നിന്ന് 8 ആയി. അപ്പോ 2 ഹൈഡ്രജൻ. ഓക്കെ, അവിടെയും CH2ന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. C4H10 എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ ഇതെന്താണ്? ഓരോ ഇതും CH2 ഗ്രൂപ്പ് വെച്ചാണ് ഡിഫർ ചെയ്യുന്നത്. ഇനി എന്താണ്? ഇതിനൊരു ജനറൽ ഫോർമുല ഉണ്ട്. എന്താണ് ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല? CnH2n+2. ഇതാണ് ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല. ആൽക്കെയിൻസിന്റെ. അപ്പൊ ആൽക്കീൻസിന്റെ ജനറൽ ഫോർമുല എന്തായിരിക്കും? CnH2n. ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുല എന്തായിരിക്കും? CnH2n-2. CnH2n-2. ഓക്കെ, അപ്പൊ ഈ ജനറൽ ഫോർമുലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ആൽക്കെയിൻസിന്റെതാണ്, ഇത് ആൽക്കീൻസിന്റെതാണ്, ഇത് ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുലയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഹോമോലോഗ സീരീസ് എന്ന് പറയുന്നത്. അതിനൊരു ജനറൽ ഫോർമുല ഉണ്ടായിരിക്കണം. അതുപോലെ ഡിഫർ ബൈ എ CH2, ഒരു CH2 ഗ്രൂപ്പ് വെച്ച് അത് ഡിഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഇത്തരം കോമ്പൗണ്ട്സിന്റെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഏറ്റവും പ്രധാനമായിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസും അതുപോലെ വോളിയവുമാണ്. ഓരോ CH2 സക്സസീവ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ആ ഒരു കോമ്പൗണ്ടിന്റെ മാസും മാറും, വോളിയവും മാറും, അല്ലെ? അതുകൊണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസിലാണ് നേരിയ ചേഞ്ച് കാണിക്കുന്നത്. ആ ചേഞ്ചും എന്തായിരിക്കും? ഒരു ബന്ധവുമില്ലാത്ത ചേഞ്ച് ആയിരിക്കില്ല, ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും അതെവിടെ കാണിക്കുന്നത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? CH2 ആണ് ആൻസർ. അപ്പോൾ ഹോമോലോഗ സീരീസ് ബേസ് ചെയ്തിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതാണ്, ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഓർത്തിരിക്കുക. അപ്പൊ ഇതില് ഹൈഡ്രോ കാർബൺസ് മാത്രമേ വരാവുള്ളൂ എന്നൊന്നുമില്ല. ആൽക്കഹോൾസ് വരാം, ഫീനോൾസ് വരാം, ഏത് വേണോ വരാം. ഓക്കെ, സോറി, ആൽക്കഹോൾസ് വരാം, അതുപോലെ ഈതേഴ്സോ എസ്റ്റേഴ്സോ ഏത് വേണമെങ്കിലും വരാം. ഫംഗ്ഷണൽ ഗ്രൂപ്പ് മാറി എന്നൊന്നും പറഞ്ഞ് യാതൊരു കുഴപ്പമില്ല. ഫംഗ്ഷണൽ ഗ്രൂപ്പ് മാറിയാലും ആ ഒരു CH2ന്റെ ഡിഫറൻസേ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ്. നെക്സ്റ്റ് മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഓക്കെ ആണല്ലോ? ഹലോ, ഓക്കെ സാർ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മൈക്ക് അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയണേ. ഓക്കെ, എനിവേ ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എൻ ആലിഫാറ്റിക് കോമ്പൗണ്ട്? താഴെ തന്നിരിക്കുന്നതിൽ ഒരു ആലിഫാറ്റിക് കോമ്പൗണ്ട് അല്ലാത്തത് ഏത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആലിഫാറ്റിക് കോമ്പൗണ്ട് അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ നമുക്ക് ബാക്കി ആലിഫാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ട്രേറ്റ് ചെയിൻ ആയിരിക്കും, അല്ലെ? അതായത് സൈക്ലിക് അല്ലായിരിക്കും. അതിനെയാണ് ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അസറ്റിക് ആസിഡ് നമുക്കറിയാം, അതൊരു സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ട് ആണ്. അസറ്റിക് ആസിഡ്, അസറ്റാൽഡിഹൈഡ്, അതും 2 കാർബൺ ഉള്ള ഒരു 2 കാർബൺ ഉള്ള ഒരു സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ട് ആണ്. അല്ലെങ്കിൽ ഒരു 2 കാർബൺ കോമ്പൗണ്ട് ആണെന്ന് പറയുമ്പോൾ 2 കാർബൺ വെച്ചിട്ട് ഒരിക്കലും സൈക്ലിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുമല്ല. ഇനി ഈത്തൈൻ എന്ന് പറയുമ്പോഴോ മെത്ത്, എത്ത്, ഈത്തൈനിലും 2 കാർബൺ ആണ് ഉള്ളത്. അപ്പൊ ഈ ABC ഓപ്ഷൻസ് എന്താണ്? 2 കാർബൺ കോമ്പൗണ്ട്സ് ആ. 2 കാർബൺ കോമ്പൗണ്ട്സ് ഒരിക്കലും സൈക്ലിക് ആവില്ല. ഓക്കെ, അപ്പോ ആൻസർ എന്തായിരിക്കും? ടെട്രാഹൈഡ്രോഫ്യൂറാൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പക്ഷേ ടെട്രാഹൈഡ്രോഫ്യൂറാന്റെ സ്ട്രക്ചർ ഒരു പക്ഷേ അറിയില്ലായിരിക്കും. എന്നാലും ഡസൻ മാറ്റർ, ഒരു പ്രശ്നവുമില്ല. എന്താണ്? നമുക്ക് ബാക്കിയുള്ള കോമ്പൗണ്ട്സ് അറിയാമല്ലോ, അത് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാം. ഇനി ടെട്രാഹൈഡ്രോഫ്യൂറാന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ടെട്രാഹൈഡ്രോഫ്യൂറാന്റെ സ്ട്രക്ചർ? ഇതുപോലെ 5 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ് ഇത്. അതിലെ ഇത്തരത്തിൽ ഒരു ഓക്സിജൻ കൂടെ കാണും. സോറി, 5 അല്ല, 4 കാർബൺ.
ദാ ഇവിടെയും ഇവിടെയും ഓരോ ഡബിൾ ബോണ്ട് കൂടെ ഉണ്ടാവും. ഇതാണ് ടെട്രാഹൈഡ്രോഫ്യൂറാന്റെ സ്ട്രക്ചർ. അപ്പൊ സ്ട്രക്ചർ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്, സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, അപ്പൊ സൈക്ലിക് കോമ്പൗണ്ട്സ് ഒരിക്കലും ആലിഫാറ്റിക് ആവില്ലല്ലോ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Pick out the option that is not functional group from the following. താഴെ തന്നിരിക്കുന്നതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലാത്തത് ഏതാണ്? ഹൈഡ്രോക്സിൽ OH ഗ്രൂപ്പ് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ബെൻസീൻ നമുക്ക് നോക്കാം. ആൽഡിഹൈഡ് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. കാർബോക്സിലിക് ആസിഡ് അഥവാ COOH ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പൊ ബെൻസീൻ ഒരിക്കലും എന്തായിട്ട് വരില്ല, ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരില്ല. ഓക്കെ, ബെൻസീൻ ഇതാ ഈ വരയ്ക്കുന്ന ഈ ഒരു കോമ്പൗണ്ട് ആണ് ബെൻസീൻ. ഇതൊരിക്കലും ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരത്തില്ല. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ലിസ്റ്റിൽ നമ്മൾ ബെൻസീൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ബെൻസീൻ ആണ് ആൻസർ. ബെൻസീൻ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two chloropropane and one chloropropane exhibit dash isomerism. Two chloropropane-ഉം one chloropropane-ഉം ഏത് ഐസോമറിസമാണ് കാണിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ഇവര് കാണിക്കുന്ന ഐസോമറിസം ദാ ആ പേരിൽ തന്നെ ഉണ്ട്. ഒന്ന് 2-chloropropane എന്ന് പറയുമ്പോഴത്തേക്കും മെത്ത് ഏത് പ്രൊപ്പ്. ഓക്കെ, അതില് രണ്ടാമത്തെ കാർബണിലാണ് ക്ലോറിൻ ഉള്ളത്. ഓക്കെ, ബാക്കി ഹൈഡ്രജൻ ഒന്നും ഞാൻ വരയ്ക്കുന്നില്ല. 1-chloropropane എന്ന് പറയുമ്പോഴത്തേക്കും മെത്ത് ഏത്ത് പ്രൊപ്പ്, അതിൽ ഒന്നാമത്തെ കാർബൺ അതായത് ടെർമിനൽ കാർബണിൽ തന്നെയാണ് ക്ലോറിൻ ഉള്ളത് അല്ലേ? അപ്പൊ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഇവിടെ ഇതും, ഇവിടെ ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഇതുമാണ്. സോ ഇവിടെ എന്തിനാണ് വ്യത്യാസം ഉള്ളത്? പൊസിഷനിലാണ് വ്യത്യാസം ഉള്ളത്. പൊസിഷനിൽ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ ദിസ് കൈൻഡ് ഓഫ് ഐസോമറിസം ഈസ് നോൺ ആസ് പൊസിഷൻ ഐസോമറിസം. ഓക്കെ, അപ്പൊ ഇതൊരു പൊസിഷൻ ഐസോമറിസത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ? യാ, അടുത്തത് which of the following is not a type of structural isomerism? Structural isomerismത്തിന്റെ ടൈപ്പ് ഏത് അല്ല എന്നാണ് ക്വസ്റ്റ്യൻ. സോ സ്ട്രക്ചറൽ ഐസോമറിസത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സ്ട്രക്ചറൽ ഐസോമറിസം. ഓക്കെ, അതിന്റെ പല ടൈപ്സ് നമ്മൾ പഠിച്ചതാണ്. സ്ട്രക്ചറൽ ഐസോമറിസത്തിന്റെ പല ടൈപ്സ് പഠിച്ചതാണ്. എന്തൊക്കെയായിരുന്നു സ്ട്രക്ചറൽ ഐസോമറിസത്തിന്റെ പല ടൈപ്സ്? അതിലൊന്നാമത്തത് ചെയിൻ ഐസോമറിസം ആയിരുന്നു. 2 പൊസിഷൻ ഐസോമറിസം വന്നു. 3 ഫങ്ഷണൽ ഐസോമറിസം അഥവാ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. അടുത്ത മെറ്റാമറിസം. അടുത്ത ടോട്ടോമറിസം. ഇങ്ങനെ 5 ടൈപ്പ് സ്ട്രക്ചറൽ ഐസോമറിസമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ സ്ട്രക്ചറൽ ഐസോമറിസത്തിലൊന്നും എന്ത് പെടില്ല? ജോമെട്രിക് ഐസോമറിസം പെടില്ല. ഓക്കെ, സ്ട്രക്ചറൽ ഐസോമറിസം ഈ 5 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? ചെയിൻ, പൊസിഷൻ, ഫങ്ഷണൽ, മെറ്റാമറിസം, ടോട്ടോമറിസം. ഇത്രയും ഐസോമറിസങ്ങളാണ് സ്ട്രക്ചറൽ ഐസോമറിസത്തിലുള്ളത്. അവിടെ എന്ത് വന്നിട്ടില്ല? ജോമെട്രിക്കൽ ഐസോമറിസം വന്നിട്ടില്ല. സോ ദ ആൻസർ ഈസ് ജോമെട്രിക്കൽ ഐസോമറിസം. ഓക്കെ, അപ്പോ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് ഓഡ് വൺ ഔട്ട് കണ്ടെത്തിയാലും മതി നമ്മൾ ഉത്തരത്തിലേക്ക് എത്താം. രണ്ട് രീതിക്ക് നമുക്ക് ആൻസർ ചെയ്യാം. ഒന്ന്, നമുക്ക് ഡയറക്റ്റ് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, അത് കണ്ണു അടച്ചുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാം. രണ്ടെന്താണ്, നമുക്ക് ഡയറക്റ്റ് അതിന്റെ ആൻസർ അറിഞ്ഞുകൂടായിരിക്കും, പക്ഷെ ബാക്കിയുള്ളതൊന്നും ഇതിന്റെ ഉത്തരമായിട്ട് വരില്ല എന്ന് നമുക്ക് അറിയായിരിക്കും. അങ്ങനെയും നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ ഈ 2 രീതിയും പറ്റിയില്ലെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The D form is also known as. എന്താണ് ഈ ഡി കോമ്പൗണ്ട്സ്? ഡി ഹെക്സോസ്, ഡി ഗാലക്ടോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോമ്പൗണ്ട്സ് പഠിച്ചതാണ്. അല്ലെ ഡി റിഫേഴ്സ് ടു ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ഓക്കെ, ഡെക്സ്ട്രോ റൊട്ടേറ്ററി മീൻസ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ എങ്ങോട്ട്? ഡെക്സ്ട്രോയാണ്, അപ്പൊ വലത്തേക്ക് ചരിക്കുന്നതിനാണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ലീവോ റൊട്ടേറ്ററി എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും? അതേ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഇടത്തേക്ക് ചരിക്കുന്ന കോമ്പൗണ്ട്സിനെ ആയിരിക്കും ലീവോ റൊട്ടേറ്ററി കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ്. If a compound has 3 chiral carbon, what is the number of optically active isomers എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ഒരു കോമ്പൗണ്ടിന് 3 chiral carbon ഉണ്ടെങ്കിൽ എത്ര ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഐസോമേഴ്സ് ഉണ്ടാവുന്നതായിരിക്കും? അപ്പൊ ഇവിടെ 2 ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അപ്പൊ 9, 3 ആണ് ഓപ്ഷൻ. അടുത്ത ഓപ്ഷൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം.
ഓക്കെ, അടുത്ത ഓപ്ഷൻസ് 4ഉം 8ഉം ആണ്. അപ്പോ ഇവിടെ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം എന്ന് നോക്കാം. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയെ പറ്റി നമുക്ക് വളരെ കുറച്ചേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. എന്നാലും കൈറാ കാർബണിനെ പറ്റി നമുക്ക് മറ്റ് ചാപ്റ്റേഴ്സിൽ പറയാനുണ്ട്. കൈറാ കാർബൺ എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും കൈറാ കാർബൺ നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കൈറാൾ കാർബൺസ് എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്പർ എത്രയാ? കൈറാൾ കാർബൺസ് എത്ര എണ്ണം ഉണ്ട്? കൈറാൾ കാർബൺസ് ഇവിടെ 3 എണ്ണമാണ് ഉള്ളത്. അപ്പോ കൈറാൾ കാർബൺസിന്റെ എണ്ണം സപ്പോസ് n ആണെങ്കിൽ അതിന്റെ ഐസോമേഴ്സിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? 2n ആണ് നമ്പർ ഓഫ് ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ 2n വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വേർ n സ്റ്റാൻഡ്സ് ഫോർ ദ നമ്പർ ഓഫ് കൈറാൾ കാർബൺസ്. അപ്പോ 2n എന്ന് പറയുമ്പോൾ ഇവിടെ കൈറാൾ കാർബൺസ് 8 എണ്ണമാണുള്ളത്. സോ 3 എണ്ണമാണുള്ളത്. സോ 2/3 അഥവാ 2³ is equal to 8 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പോ അതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 8 ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. കൈറാൾ കാർബൺസിന്റെ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഈസി ആയിട്ട് നമ്പർ ഓഫ് ഐസോമർസം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൽഡിഹൈഡ്സ് ആൻഡ് എഥനോൾ ഷോ ഡാഷ്. ആൽഡിഹൈഡ്സും എഥനോൾസും ഇവയിൽ ഏതാണ് കാണിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ആൽഡിഹൈഡ്സും എഥനോൾസും നമുക്ക് ലൈക്ക് ആൽഡിഹൈഡ്സ് മീൻസ് അസറ്റാൽഡിഹൈഡ് ആണ് അവർ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അസറ്റാൽഡിഹൈഡിന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചു നോക്കിയാലോ. അസറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ എന്താണ് അസറ്റാൽഡിഹൈഡ്? അസറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 2 കാർബൺ കോമ്പൗണ്ട്സ് ആണ് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ആൽഡിഹൈഡ്സ് എന്ന് പറഞ്ഞാൽ CHO ഗ്രൂപ്പ് ആണ്. CHO ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അതിൽ കാർബൺ ഉണ്ട്. അപ്പൊ ഒരു കാർബൺ ആ കാർബൺ തന്നെ ആയിരിക്കും. മറ്റേ കാർബൺ ആണ് നമ്മുടെ ജനറൽ കാർബൺ ആയിട്ട് വരുന്നത്. സോ അസറ്റാൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ CH3CHO. അപ്പൊ ഇതിൽ ആൽഫ കാർബൺ ഇതാണ്. ആൽഫ കാർബണിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. ഇനി എത്തനോൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അവിടെയും മെത്ത് എത്ത് 2 കാർബൺ ആണുള്ളത്. ഓക്കെ, ആ 2 കാർബണിൽ ഒരെണ്ണത്തിൽ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. ബാക്കി എല്ലാത്തിലും ഹൈഡ്രജൻ ഉണ്ട്. ഇതിലും ഹൈഡ്രജൻ ഉണ്ട്, ഇതിലും ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എത്തനോൾ എന്ന് പറയുന്നത്. ഇവിടെയും ആൽഫ കാർബൺ ഉണ്ട്. ആൽഫ കാർബണിൽ ഹൈഡ്രജനും ഉണ്ട്. സോ ഇവിടെയും ആൽഫ ഹൈഡ്രജൻ പ്രസന്റ് ആണ്, ഇവിടെയും ആൽഫ ഹൈഡ്രജൻ പ്രസന്റ് ആണ്. ആൽഫ ഹൈഡ്രജൻ പ്രസന്റ് ആണെങ്കിൽ എന്ത് ഐസോമർസം ആയിരിക്കും ഉള്ളത്? ആൽഫ ഹൈഡ്രജൻ ഒരു കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ എന്ത് ഐസോമർസം ഉണ്ടാവും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഒരു കോമ്പൗണ്ടിലുള്ളത് ടോട്ടോമെറിസം ആണ്. ഓക്കെ, അപ്പോ അസറ്റാൽഡിഹൈഡും എത്തനോളും എന്താണ്? ടോട്ടോമെറിസം കാണിക്കും. ഓക്കെ, കാരണം എന്താണ്? ടോട്ടോമെറിസം എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടോമെറിസം ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫങ്ഷണൽ ഐസോമെറിസം. ഒരു ഫങ്ഷണൽ ഐസോമെറിസം ആണ്. അപ്പൊ എന്താണ്? വിച്ച് അറൈസസ് ഇൻ ലൈക്ക് കാർബണൈൽ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ ഉള്ള കാർബണൈൽ കോമ്പൗണ്ട്സിലാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ്? ടോട്ടോമെറിസം അസറ്റാൽഡിഹൈഡും എത്തനോളും കാണിക്കും. ഓക്കെ, ഇവിടെ എത്തനോൾ കാണിക്കുന്നതിന് കാരണം ഇതിനെ നമ്മൾ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പൊ ഇത് ആൽഫ ഹൈഡ്രജൻ ആയിട്ട് മാറും. അപ്പൊ കാർബണിലേക്ക് കണക്ട് ആയിരിക്കുന്നു, ആ കാർബൺ മറ്റൊരു കാർബണിലേക്ക് കണക്ട് ആയിരിക്കുന്നു, ആ കാർബണിൽ ഹൈഡ്രജനും ഉണ്ട്. അതുകൊണ്ട് ടോട്ടോമെറിസം ആൻസർ ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A compound with same molecular formula exists in 2 forms. One is alcohol and other is ether. What type of isomerism? Okay, അപ്പോ രണ്ടിലും ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഒന്ന് എന്താണ്? ഒന്ന് ഈത്തർ ആണ്, മറ്റൊന്ന് ആൽക്കഹോൾ ആണ്. അപ്പം 2 ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ 2 ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ 2 ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ വരുന്നത് ഫങ്ഷണൽ ഐസോമെറിസം ആയിരിക്കും. Okay, so the answer is functional isomerism. Functional isomerism. Okay, next question. ഇതെല്ലാം ജസ്റ്റ് വായിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ന്യൂക്ലിയോഫിലിക് റിയേജന്റ് ബിഹേവ്സ് ആസ്. ന്യൂക്ലിയോഫിലിക് റിയേജന്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നാണ്. അപ്പൊ ന്യൂക്ലിയോഫിലിക്, ഈ ന്യൂക്ലിയോഫിലിക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ ഒരു ചെറിയ ഷോർട്ട് കട്ട് വെച്ചാണ് പറഞ്ഞത്. ഫിലിക്കും ഫോബിക്കും. അതിൽ ഫിലിക് എന്ന് പറഞ്ഞാൽ ലവിങ് എന്നാണ് അർത്ഥം, അല്ലെ? അപ്പൊ ന്യൂക്ലിയോഫിലിക് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ലവിങ് ആണ്, അല്ലെങ്കിൽ ന്യൂക്ലിയസിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നതാണ് എന്ന് നമുക്ക് ഊഹിക്കാം,
അല്ലെ? അപ്പൊ ന്യൂക്ലിയസിലേക്ക് അട്രാക്ട് ചെയ്യുന്നതാണെങ്കിൽ അത് നെഗറ്റീവ് ചാർജ് ആയിരിക്കണം, കാരണം ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജാണ്. ലൈക്ക് ചാർജസ് ഒരിക്കലും അട്രാക്ട് ആവില്ല. അപ്പം അൺലൈക്ക് ചാർജസ് അട്രാക്ട് ആവുള്ളൂ. സോ ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിലേക്ക് അട്രാക്ട് ചെയ്യുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ ആ ഒരു സ്പീഷീസ്, നമുക്ക് ജനറലി അങ്ങനെ പറയാം, ആ സ്പീഷീസ് എന്തായിരിക്കും? നെഗറ്റീവ് ചാർജോ അല്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ചോ ആയിരിക്കും. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ, ഓക്കെ, ഒരിക്കലും വാട്ടർ അതിൽ വരില്ല, സോൾട്ട് വരില്ല, ലൂയിസ് ബേസുകളായിരിക്കും. ലൂയിസ് ബേസസിന്റെ പ്രത്യേകത എന്താണ്? അതിൽ അൺഷെയ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് കാണും. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ നമ്മൾ പഠിച്ച അമോണിയ അഥവാ NH3. ഓക്കെ, എന്തായിരുന്നു? അവിടെ അൺഷെയ്ഡ് ആയിട്ടുള്ള ഒരു നോൺ ബോണ്ടഡ് ഇലക്ട്രോൺ പെയർ ഉണ്ട്, അവിടെ ലോൺ പെയർ ഉണ്ട് അല്ലെ? അപ്പം അവിടെ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് അത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോ നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങൾ ചേർത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ന്യൂക്ലിയോഫൈൽസും ലൂയിസ് ആസിഡ്സും ബേസും തമ്മിൽ എന്താണ് ബന്ധമെന്ന് വിചാരിക്കരുത്. നമ്മൾ പഠിച്ച രണ്ട് സ്ഥലത്താണെങ്കിലും രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോൺസിന്റെ കാര്യത്തിൽ വെച്ച് നമുക്ക് അതിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. നെക്സ്റ്റ്, കാർബോ കാറ്റയോൺസ് ബിയേഴ്സ് എ ഡാഷ് ചാർജ്. കാർബോ കാറ്റയോൺസിന് ഏത് ചാർജ് ആയിരിക്കും? ഓക്കെ, കാർബോ എന്ന് പറയുന്ന വാക്ക് അവിടെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാറ്റയോൺസിന് ഏത് ചാർജ്? പോസിറ്റീവ് ചാർജ് അല്ലേ? അതുകൊണ്ട് സി ആണ് ഓപ്ഷൻ. ഓക്കെ, കാറ്റയോൺസ് പോസിറ്റീവ് ചാർജ് സ്പീഷീസ് ആണ്. അതുകൊണ്ട് ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് സിംഗ്ലറ്റ് കാർബീൻ? സിംഗ്ലറ്റ് കാർബീന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കാർബീന്റെ ഹൈബ്രിഡൈസേഷൻ, സിംഗ്ലറ്റ് കാർബീന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കാർബീൻ ആണ്, ഈനാണല്ലോ. ഈനാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഡബിൾ ബോണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ഡബിൾ ബോണ്ടിന്റെ പ്രത്യേകത ഏത് ഹൈബ്രിഡൈസേഷനാ? sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. നമ്മൾ തുടക്കത്തിലും ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതാ. അതുകൊണ്ട് സിംഗ്ലറ്റ് കാർബീന്റെ ഹൈബ്രിഡൈസേഷൻ ഈസ് sp2. അതിൽ ഒരുപാട് തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല, വളരെ ഈസിയാണ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇഫക്ട്സ് നിന്ന് മാറി വന്നതാണ്. ബേക്കർ നാത്തൻ ഇഫക്റ്റ് ഈസ് റിലേറ്റഡ് ടു. അത് നമ്മുടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, റെസൊണൻസ് ഇഫക്റ്റ് എന്നൊക്കെ മാറി വന്നതാണ്. അത് സിലബസ് അപ്ഡേറ്റ് ആയപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇൻഡക്റ്റീവ് ഇഫക്റ്റിലും റെസൊണൻസ് ഇഫക്റ്റിലും മെറ്റാമറിക് ഇഫക്റ്റിലും എല്ലാം വരുന്ന ഒരു കാര്യമാണ്, ഇഫക്ട്സിന്റെ കാര്യത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് സിലബസിൽ ഇല്ല, അതുകൊണ്ട് നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആർ ഓൾസോ നോൺ ആസ് ഡാഷ് ഫോംസ്. റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സിനെ നമ്മൾ ഓൾറെഡി എന്തോ അറിയപ്പെടുന്നുണ്ട്? റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സിനെ, ഓക്കെ, റെസൊനേറ്റിംഗ് സ്ട്രക്ചറിനെ നമുക്ക് കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് എന്നും വിളിക്കാം. ഓക്കെ, റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സിനെ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് നമ്മൾ വിളിക്കാം. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ, കാനോണിക്കൽ സ്ട്രക്ചർ. ഓക്കെ, വളരെ ഈസിയാണ്. ഇനി അങ്ങോട്ട് ആ ഒരു ഹൈബ്രിഡൈസേഷൻ ഒക്കെ കഴിഞ്ഞ് ആ ഒരു റിയാക്ഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് എല്ലാം പെട്ടെന്ന് ചെയ്ത് പോകാനുള്ളതേ ഉള്ളൂ. ഓക്കെ, ഈസിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഒബ്റ്റൈൻഡ് ബൈ തെർമോളിസിസ് ഓഫ് അസൈഡ്സ്? അസൈഡ്സിന്റെ തെർമോളിസിസ് വഴി എന്താണ് കിട്ടുന്നത് എന്നാണ്. അപ്പൊ അസൈഡ്സ് എന്താണ്? അസൈഡ്സ് ഈസിയാണ്. ഓക്കെ, അസൈഡ്സ് എന്താണെന്ന് നോക്കാം. അസൈഡ്സ് എന്ന് പറയുമ്പോൾ ഇതേപോലുള്ള സ്ട്രക്ചേഴ്സാ. ഓക്കെ, എൻ ഡബിൾ ബോണ്ട് എൻ ഡബിൾ ബോണ്ട് എൻ, ഇത്തരത്തിൽ വരുന്ന സ്ട്രക്ചേഴ്സ് ആണ് അസൈഡ്സ്. ഓക്കെ, ഇവിടെ ഒരു ഞാൻ 6 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അവിടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വരും, കാരണം ഒരു വാലൻസി നൈട്രോജന്റെ അവിടെ ഫ്രീ അല്ലേ, അതുകൊണ്ട് അവിടെ വാലൻസി വരും. ഇവിടെയും വാലൻസി കുറച്ച് പ്രശ്നമാണ്. ഇവിടെ എന്താണ്? ഒരു പ്ലസ് ചാർജും ഇവിടെ ഒരു മൈനസ് ചാർജും വന്നിട്ട് അതിനെ ബാലൻസ് ചെയ്യും. അപ്പൊ ഇതാണ് അസൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ അസൈഡ്സിന്റെ ആർ ഗ്രൂപ്പിന്റെ ആ ഭാഗത്തായിട്ട് ഒരു ബെൻസിൻ റിംഗ് വന്നാൽ അതിനെ ഫിനൈൽ അസൈഡ് എന്ന് പറയും. ഓക്കെ, അതുപോലെ ആർ ഗ്രൂപ്പ് നമുക്ക് ഏത് വേണോ മാറി മാറി വരാം. ഈ അസൈഡ്സിന്റെ അപ്പൊ N3 ആണല്ലോ, ഈ അസൈഡ്സിനെ തെർമോളിസിസ് ചെയ്താൽ, അപ്പൊ എന്താണ് തെർമോളിസിസ്? ചൂട് കൂട്ടി ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തുകൊണ്ട് ഇതിനെ എന്താക്കിയാൽ, ഇതിനെ ചെറുതാക്കിയാൽ, അസൈഡ്സിനെ ചെറുതാക്കിയാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? യെസ്, ഇവിടെ നൈട്രജൻ ആണല്ലോ, നൈട്രജൻ യെസ് നൈട്രജൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും നമുക്ക് കിട്ടുക? നൈട്രീൻസ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലൂ. നൈട്രജൻ 3 എണ്ണം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് നൈട്രീൻസ് ആയിരിക്കും. ഓപ്ഷൻ ബി ആണ്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the total number of bonds between two atoms is 3, the total number of resonating structure is 2. What is the bond order എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ബിറ്റ്വീൻ ടു ആറ്റംസ്, രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ബോൺസ് തന്നിട്ടുണ്ട് 3 ആണ്. റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സിന്റെ എണ്ണവും തന്നിട്ടുണ്ട് 2 ആണ്. എങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ബോണ്ട് ഓർഡർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ബോണ്ട് ഓർഡർ എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് എത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ബോൺസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, ബോണ്ട് ഓർഡർ. ഞാൻ BO എന്ന് കൊടുക്കാം. അപ്പൊ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, നമ്പർ ഓഫ് ബോൺസ് ബിറ്റ്വീൻ ആറ്റംസ് ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ്, നമ്പർ ഓഫ് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോ ഇവിടെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്ന കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത്, ആദ്യം നമ്പർ ഓഫ് ബോൺസ് കൊടുക്കാം, അത് 3 ആണ്. ഓക്കെ, ഇനി എത്ര റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 2 റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3/2 is equal to 1.5 is the answer. ഓക്കെ, 1.5 എന്ന് പറയുമ്പോൾ നമുക്ക് B ഓപ്ഷൻ 1.5. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമ്മൾ പ്യൂരിഫിക്കേഷനിലോട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കടക്കുകയാണ്. അപ്പോ അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, the purification method where solid substances changes from solid to vapor state without passing through the liquid state is called which of the following? വളരെ ഈസിയാണ്. ഓക്കെ, കുറെ വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒന്നുമില്ല കാര്യത്തില്. എന്താണ്? ഒരു സോളിഡ് സബ്സ്റ്റൻസ് നേരിട്ട് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറുകയാണ്. അപ്പൊ നമ്മളൊരു സോളിഡ് സബ്സ്റ്റൻസിനെ ചൂടാക്കിയാൽ ആദ്യം അതെന്താവും? ആദ്യം അത് ലിക്വിഡ് ഫോമിലോട്ട് കൺവേർട്ട് ആവും. ലിക്വിഡിൽ നിന്നാണ് പിന്നെ അതെന്തായിട്ട് വേപ്പർ ആയിട്ട് കൺവേർട്ട് ആവുന്നത്, അല്ലെ? പക്ഷേ ചില കോമ്പൗണ്ട്സ്, ഫോർ എക്സാമ്പിൾ ക്യാംഫർ പോലുള്ള, ക്യാംഫർ അതുപോലെ അമോണിയം ക്ലോറൈഡ്, ഇതുപോലുള്ള ചില കോമ്പൗണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താവും? അത് ഗ്യാസ് ആയിട്ട് വേപ്പർ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേര് സബ്ലിമേഷൻ എന്നാണ്. ഓക്കെ, സബ്ലിമേഷൻ നമ്മൾ വളരെ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Okay, so sublimation is the answer. Next question. In crystallization, the compound dissolved in a solvent is more soluble in what temperature? Okay, അപ്പൊ ക്രിസ്റ്റലൈസേഷൻ നടക്കുമ്പോൾ ഏത് ടെമ്പറേച്ചറിലാണ് ഒരു സോൾവെന്റ് കൂടുതൽ സോല്യൂബിൾ ആവുക എന്നാണ്. ഓക്കെ, അപ്പൊ ഒരുവിധം മോർ ദാൻ 90% ഓഫ് സൊല്യൂട്ട്സും അല്ലെങ്കിൽ മോർ ദാൻ 90% സോൾട്ടിന്റെയും ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ എന്ത് കൂടും? സോല്യൂബിലിറ്റിയും കൂടും. ഓക്കെ, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വളരെ ചുരുക്കം ചില കോമ്പൗണ്ട്സേ ഉള്ളൂ. അപ്പൊ അതൊന്നും നമുക്ക് മെൻഷൻ ചെയ്തിട്ടില്ല, എന്നെങ്കിലും ഞാൻ പറഞ്ഞുതരാം. കാൽഷ്യം സൾഫേറ്റ്. കാൽഷ്യം സൾഫേറ്റിന്റെ പ്രത്യേകത, ഒരു 40 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കൂടിയാൽ സോലിബിലിറ്റി കൂടി തന്നെയാണ് വരുന്നത്. 40 ഡിഗ്രിക്ക് ശേഷം, ഏകദേശം ഒരു 40 ഡിഗ്രിക്ക് ശേഷം സോലിബിലിറ്റി ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരുന്നാൽ ഇതിന്റെ സോലിബിലിറ്റി നേരെ കുറയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ 100ലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് സോലിബിലിറ്റി ഏകദേശം 0 ആവും. പിന്നെ കാൽഷ്യം സൾഫേറ്റ് ഇതിൽ ലയിച്ച് ചേരത്തേയില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള കുറച്ച് കോമ്പൗണ്ട്സ് വിട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും എന്താണ്? സോല്യൂബിലിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. സോ ഏറ്റവും നന്നായിട്ട് മെൽറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് അത് സോല്യൂബിൾ ആവുന്ന ഏതിലായിരിക്കും? ഹൈ ടെമ്പറേച്ചറിലായിരിക്കും. റൂം ടെമ്പറേച്ചറിനേക്കാളും കുറച്ച് ടെമ്പറേച്ചർ കൂട്ടി കൊടുത്താൽ അത് എന്താവും? സോല്യൂബിൾ ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് തിയറി, കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോ അടുത്തത്, വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് പ്രോസസ് ഓഫ് ഡിസ്റ്റിലേഷൻ? വളരെ ഈസി ക്വസ്റ്റ്യൻ. ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ബേസിസ് തന്നെ എന്താണ്? ബോയിലിംഗ് പോയിന്റിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, ദർ ഷുഡ് ബി എ ലാർജ് ഡിഫറൻസ് ഇൻ ദ ബോയിലിംഗ് പോയിന്റ്. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിസ്റ്റിലേഷൻ വഴി നമുക്ക്
രണ്ട് കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ബോയിലിംഗ് പോയിന്റ്സ് തമ്മിൽ വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും വേണം. ഓക്കെ ആണോ? അപ്പോ ഡി ഇസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Identify the example of compound separated by steam distillation method. Steam distillation method വഴി ഇതിനെ വേർതിരിക്കാൻ പറ്റുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഗ്ലിസറോളും സ്പെൻടൈം മിക്സ്ചറും തന്നിട്ടുണ്ട്, അതുപോലെ അനിലീൻ വാട്ടർ തന്നിട്ടുണ്ട്, ക്ലോറോഫോം അനിലീൻ തന്നിട്ടുണ്ട്, ക്രൂഡ് ഓയിലിന്റെ പല ഇതും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ ഈസിയാണ്. അനിലീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് അതിനു മുമ്പ് ഈ സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ? ചില കോമ്പൗണ്ട്സ് സ്റ്റീമിലായിരിക്കും വോളറ്റൈൽ ആയിട്ടുള്ളത്, സ്റ്റീമിൽ മാത്രം ഡിസോൾവ് ആയിട്ട് അത് പോകുന്നതായിട്ട് കാണാൻ പറ്റും, ഫ്രീ ആയിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും സ്റ്റീമിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി അല്ലേ, ഈ സ്റ്റീമിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോമ്പൗണ്ട് വോളറ്റൈലാണ് സ്റ്റീമിൽ, അതങ്ങ് പൊയ്ക്കോളും. ഓക്കെ, അപ്പോ അനിലീൻ ഇവിടെ സ്റ്റീം വോളറ്റൈൽ ആണ്, അതുകൊണ്ട് അനിലീൻ വാട്ടർ മിക്സർ വാട്ടർ അല്ല. അപ്പൊ അനിലീൻ വാട്ടർ മിക്സറിനെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ബി ഈസ് ദ ആൻസർ. 33B. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is the apparatus used for differential extraction? Okay, differential extraction വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ഏതാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്? ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇമ്മിസിബിൾ ആയിട്ടുള്ള, ഇമ്മിസിബിൾ മീൻസ് കൂടിക്കലരാത്ത, തമ്മിൽ കലരാത്ത പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ സൊല്യൂഷൻസിനെ ആണ് ഇമ്മിസിബിൾ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പെട്രോൾ ആൻഡ് വാട്ടർ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക? നമ്മളൊരു സെപ്പറേറ്ററി ഫണൽ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചായിരിക്കും. അതായത് ഇതുപോലൊരു ഫണലായിരിക്കും, ഈ ഫണലിന്റെ താഴെ ഇതേപോലൊരു ട്യൂബും കാണും. അപ്പൊ ഈ ഒരു ട്യൂബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തുടങ്ങുന്ന ഭാഗത്ത് ഇവിടെ ആയിട്ട് ഒരു ടാപ്പും കാണും. ഓക്കെ, അപ്പോൾ ഈ ടാപ്പിൽ രണ്ട് ലിക്വിഡ്സ് അത് ഇമ്മിസിബിൾ ആണെങ്കിൽ അതിങ്ങനെ ഒഴിച്ചു വെച്ചാൽ ഈ ടാപ്പ് ഓപ്പൺ ആകുമ്പോൾ ആദ്യത്തെ ലിക്വിഡ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ആ ഒരു ഇന്റർഫേസ്, അതായത് ഇത് വരുന്ന ആ ഒരു സെപ്പറേഷൻ വരുന്ന ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതങ്ങ് ക്ലോസ് ചെയ്തും കൊടുക്കാം. അപ്പൊ ക്ലോസ് ചെയ്യുമ്പോൾ രണ്ടിലേക്ക് കിട്ടും. അപ്പൊ ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു സെപ്പറേറ്ററി ഫണലാണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, സെപ്പറേറ്ററി ഫണൽ. സെപ്പറേറ്റിംഗ് ഫണൽ എന്നും പറയും കേട്ടോ, രണ്ടും കറക്റ്റ് ആണ്. ഇനി 35. Which is not used as an absorbent in absorption chromatography? അബ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫിയിൽ അബ്സോർബന്റ് ആയിട്ട് ഉപയോഗിക്കാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അലുമിന, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സ്റ്റാർച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? അതിന്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, പെർമാംഗനോമെട്രിക് ടൈട്രേഷൻസിലും കാര്യങ്ങളിലുമാണ് നമ്മളത് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരിക്കലും ഒരു അബ്സോർബന്റ് ആയിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വരത്തില്ല. ഓക്കെ, അപ്പൊ എല്ലാ അബ്സോർബൻസിന്റെയും എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് എന്ത് പറയാം? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരിക്കലും ഒരു അബ്സോർബന്റ് ആയിട്ട് വരില്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പുള്ള കാര്യമല്ലേ? ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് ചെയ്യാം. കാരണം സിലിക്ക, അലൂമിന, സ്റ്റാർച്ച് ഇങ്ങനെയുള്ള സംഗതികളാണ് അബ്സോർബന്റ് ആയിട്ട് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി അടുത്തത് കോളം ക്രോമാറ്റോഗ്രഫി. അപ്പൊ ക്രോമാറ്റോഗ്രഫി നമ്മൾ പഠിച്ചതാണ്. ക്രോമാറ്റോഗ്രഫി പല ടൈപ്പ് ഉണ്ട്. TLC, തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി, കോളം ക്രോമാറ്റോഗ്രഫി എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്സ് ഓഫ് ക്രോമാറ്റോഗ്രഫിയും നമ്മൾ പഠിച്ചതാണ്. അതില് കോളം ക്രോമാറ്റോഗ്രഫിയിൽ ഐഡന്റിഫൈ ദ മൊബൈൽ ആൻഡ് സ്റ്റേഷനറി ഫേസ് ഫ്രം ദ ഫോളോയിങ്. കോളം ക്രോമാറ്റോഗ്രഫിയിൽ മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും ഏതെന്നാണ്. അപ്പൊ മൊബൈൽ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് മൂവ് ചെയ്യുന്ന ഫേസ്, സ്റ്റേഷനറി ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന, അതായത് ക്രോമാറ്റോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പാർട്ടിക്കിൾ മറ്റൊന്നിലൂടെ മൂവ് ചെയ്താൽ മാത്രമേ അത് സെപ്പറേറ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പം ആ മൂവ് ചെയ്യുന്ന ഫേസിനെ മൊബൈൽ ഫേസ് എന്നും മൂവ് ചെയ്യാതെ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നതിനെ സ്റ്റേഷനറി ഫേസ് എന്നുമാണ് പറയാറ്. ഓക്കെ, അപ്പോ ഏതാണ് ഇതിന്റെ ആൻസർ എന്ന് നോക്കാം. സോളിഡ് ലിക്വിഡ്, ലിക്വിഡ് സോളിഡ്, ഗ്യാസ് ലിക്വിഡ്, സോളിഡ് സോളിഡ്. അപ്പൊ ഇതാണ്. അപ്പൊ കോളം ക്രോമാറ്റോഗ്രഫിയിൽ ആദ്യം ചോദിച്ചുള്ള മൊബൈൽ ഏതെന്നല്ലേ? കോളം ക്രോമാറ്റോഗ്രഫിയിൽ ഇതില് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അബ്സോർബന്റ് ഇങ്ങനെ ഫില്ല് ചെയ്തിരിക്കും. ഫില്ല് ചെയ്തിട്ട് അതുവഴി
ആ ഒരു സൊല്യൂഷനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മൊബൈൽ ഫേസ്, അപ്പം ആ ഒരു സൊല്യൂഷൻ ആണ് ഒഴുകി വരുന്നത് അല്ലേ. അപ്പൊ മൊബൈൽ ഫേസ് എന്തായിരിക്കും? തീർച്ചയായിട്ടും അവിടെ ലിക്വിഡ് ആയിരിക്കും. ലിക്വിഡ് മൊബൈൽ ഫേസ് ആയിട്ടിരുന്ന യാതൊരു വേറൊരു ഓപ്ഷനും ഇല്ല, ബി മാത്രമേ ഉള്ളൂ. സോ ബി ഈസ് ദ ആൻസർ. ഓക്കെ, ലിക്വിഡ് ആണ് അവിടുത്തെ എന്ത്? മൊബൈൽ ഫേസ്. ഓക്കെ ആണോ? നെക്സ്റ്റ്, പേപ്പർ ക്രൊമാറ്റോഗ്രാഫി ഈസ് എ ടൈപ്പ് ഓഫ് വിച്ച് ക്രൊമാറ്റോഗ്രാഫി? താഴെ തന്നിട്ടിരിക്കുന്നതിൽ ഏത് ടൈപ്പാണ് പേപ്പർ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കോളം ക്രൊമാറ്റോഗ്രാഫി അല്ല. പേപ്പർ ക്രൊമാറ്റോഗ്രാഫിയും കോളം ക്രൊമാറ്റോഗ്രാഫി ആയിട്ട് ബന്ധമൊന്നുമില്ല. തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫി TLC അല്ല. കാരണം TLC യൂസ് ചെയ്യുന്നത് ഒരു നൈസ് കോട്ടിംഗ്, ഒരു തിൻ കോട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നത്, പേപ്പർ അല്ല. അബ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫിയും അല്ല. അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള അബ്സോർബന്റ് നമുക്ക് ആവശ്യമുണ്ട്. ഇറ്റ് ഈസ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി. ഓക്കെ, പേപ്പർ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി. So D is the answer. Okay. Next question. The mobile phase in the chromatography can comprise of which of the following? ക്രൊമാറ്റോഗ്രാഫിയിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് എന്തായിട്ട് മാറാം? മൊബൈൽ ഫേസ് ആയിട്ട് മാറാം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസർ ആയിട്ട് ഗ്യാസോ ലിക്വിഡോ മൊബൈൽ ഫേസ് ആയിട്ട് വരാം അല്ലെ. ഗ്യാസോ ലിക്വിഡോ. ഓക്കെ, കാരണം ബാക്കിയല്ല, ഇവിടെ ലിക്വിഡ്സ് ഓൺലി എന്തായാലും അല്ല, ഇവിടെയും സോളിഡ് ഉണ്ട്. മൊബൈൽ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് മൂവ് ചെയ്യാൻ പറ്റണ്ടേ? അപ്പൊ സോളിഡ് എന്തല്ല? അതല്ല. അതുകൊണ്ട് ഗ്യാസോ ലിക്വിഡോ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ? യെസ്, അതാണ് 38th ക്വസ്റ്റ്യൻ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which type of chromatography involves the separation of mixtures over a column of adsorbent packed in a glass tube? ഒരു ഗ്ലാസ് ട്യൂബിൽ, ഈസി അല്ലേ, ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരു ഗ്ലാസ് ട്യൂബിൽ അഡ്സോർബന്റ് പാക്ക് ചെയ്തിരിക്കും, അതിൽ കൂടെ ഉള്ള മൂവ്മെന്റ് ഏത് ക്രൊമാറ്റോഗ്രാഫിയാണ്? അത് കോളം ക്രൊമാറ്റോഗ്രാഫിയാണ്. ഒരു ഗ്ലാസ് കോളത്തിൽ കൂടെയുള്ള ക്രൊമാറ്റോഗ്രാഫി ഒരു കോളം ക്രൊമാറ്റോഗ്രാഫിക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് 40th ക്വസ്റ്റ്യൻ. Gas chromatography can be performed in X, whereas liquid chromatography can be performed in Y. Identify X and Y എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫി എക്സിലും ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി മാത്രമേ വൈയിലും പറ്റുള്ളൂ എങ്കിൽ എക്സും വൈയും എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സും വൈയും എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ്? ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫി ഡൺ ഓൺലി ഇൻ കോളംസ്. എന്തുകൊണ്ടാണ്? കാരണം കോളത്തിൽ അല്ലെങ്കിൽ ഗ്യാസ് എന്താണ്? എല്ലായിടത്തോട്ടും ഈസി ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഈ ഒരു പോയിന്റ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്കതൊരു കോമൺ സെൻസ് ആണ്. കാരണം എന്താണ്? ഗ്യാസ് അത്രയും റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സാധനം ഒരു കോളത്തിൽ അടച്ചു വെച്ച് ക്രൊമാറ്റോഗ്രാഫി ചെയ്തില്ലെങ്കിൽ ഒരു ഉപയോഗമില്ല അല്ലേ. പക്ഷെ ലിക്വിഡ്സ് എന്താണ്? വേപ്പേഴ്സ് പോലെ എല്ലായിടത്തോട്ടും അതിന് റാൻഡം ഓഫ് ഫ്രീ ആയിട്ട് ഉള്ള ഒരു ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ലിക്വിഡ് തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഒരു കോളത്തിൽ വെച്ചിട്ടും അതിനെ ക്രൊമാറ്റോഗ്രാഫി ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലൊരു ലെയറിൽ ഒരു പ്ലെയിൻ സർഫസിലും വെച്ചിട്ട് ലിക്വിഡിനെ നമുക്ക് ക്രൊമാറ്റോഗ്രാഫി നടത്താം. കാരണം ലിക്വിഡ് ഒഴുകി നടക്കുന്നതാ. ഗ്യാസ് പക്ഷെ അങ്ങനെയല്ല, ഗ്യാസിന്റെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് വളരെ കൂടുതലാണ്. അതിനൊരു കോളത്തിൽ വെച്ച് അടച്ച് തന്നെ ചെയ്യണം. അതുകൊണ്ട് എക്സിനെ എന്ത് ചെയ്യാം? ഓൺലി കോളംസ്, കോളം ക്രൊമാറ്റോഗ്രാഫി മാത്രമേ അതിൽ പറ്റുള്ളൂ. പക്ഷെ വൈ എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമുക്ക് കോളം ക്രൊമാറ്റോഗ്രാഫി വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ പ്ലെയിൻ സർഫസ് ക്രൊമാറ്റോഗ്രാഫി വേണമെങ്കിൽ അത് ചെയ്യാം. രണ്ടും പോസിബിൾ ആണ്. സോ സി ഈസ് ദ ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പേപ്പർ സ്ട്രിപ്പ് ഡെവലപ്ഡ് ഇൻ എ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി കാൾഡ്? ഒരു പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫിയിലുള്ള ആ പേപ്പർ സ്ട്രിപ്പിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ്? ആ പേപ്പർ സ്ട്രിപ്പിനെ വിളിക്കുന്നത് ക്രൊമാറ്റോഗ്രാം എന്നാണ് കേട്ടോ. ഓക്കെ, ക്രൊമാറ്റോഗ്രാം എന്നാണ്. അത് നമ്മൾ നോട്ടിൽ സൂചിപ്പിച്ചിട്ടില്ലാത്ത, ആ മെറ്റീരിയലിൽ സൂചിപ്പിച്ചിട്ടില്ലാത്ത ഒരു ഭാഗമാണ്. ക്രൊമാറ്റോഗ്രാം എന്നാണ് ആ സ്ട്രിപ്പിനെ വിളിക്കുക. ഓക്കെ, അതാണ് ആൻസർ. Next question. Which is the most suitable carrier gas in gas chromatography? ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫി നമ്മൾ പറയുമ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാരിയർ ഗ്യാസ് ഏതെന്നാണ്? നമുക്ക് എല്ലാ ഗ്യാസും നോക്കിയാലോ. ഹീലിയം, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇവിടെ ഓഡ് വൺ ആയിട്ട് നിൽക്കുന്ന ഏതാണ്? ഹീലിയം അല്ലേ. അതുകൊണ്ട് ഹീലിയം തന്നെയായിരിക്കും ആൻസർ.
ഇനി ഇതിന് റീസൺ എന്താണെന്ന് പറയാം. നൈട്രജൻ ആയാലും ഓക്സിജൻ ആയാലും കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും ശരി, നൈട്രജൻ ഒരു പരിധി വരെ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും പറ്റുകയില്ല. കാരണം എന്താണ്? ഇവ മറ്റ് കോമ്പൗണ്ട്സുമായിട്ട് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, റിയാക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ ഹീലിയത്തിന് ആ ഒരു പ്രശ്നമില്ല അല്ലേ? അതുകൊണ്ട് ഹീലിയമാണ് ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Carbon and hydrogen are dictated by heating the compound with which of the following? കാർബണും ഹൈഡ്രജനും താഴെ തന്നിരിക്കുന്നതിൽ ഏത് കോമ്പൗണ്ട് വെച്ച് ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, അപ്പം ഏത് കോമ്പൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞതാണ്? ഏത് ഓക്സൈഡ് ആണ്? കോപ്പർ 2 ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പം കോപ്പർ 2 ഓക്സൈഡിൽ കാർബൺ ഉണ്ടെങ്കിൽ, ആ ഒരു കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അത് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. അതുപോലെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ എന്തായിട്ട് മാറും? വാട്ടർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്തുണ്ട്? ലൈം വാട്ടർ ടെസ്റ്റ് ഉണ്ട്. കാരണം ലൈം വാട്ടറിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തി വിടുമ്പോൾ അത് മിൽക്കി ആവും, അവിടെ ഒരു ടർബിഡിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പം അതുപോലെ ഹൈഡ്രജന് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ടെസ്റ്റ് ചെയ്താൽ മതി. കാരണം അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിന്റെ കളർ ബ്ലൂ ആണ്. ഒരു വയലറ്റ് പോലെയുള്ള ഒരു ബ്ലൂ കളറാണ്. ഓക്കെ, അപ്പം ഒരു ബ്ലൂയിഷ് കളറാണ്. സോറി, അൺഹൈഡ്രസ് അല്ല, കോപ്പർ സൾഫേറ്റിന്റെ കളർ. അതിനെ അൺഹൈഡ്രസ് ആക്കുമ്പോഴത്തേക്ക് അതെന്താവും? സോൾട്ട് പോലെ വൈറ്റ് കളർ ആയിട്ട് മാറും. ഓക്കെ, കാരണം ആ ഹൈഡ്രേറ്റഡ് എഫക്റ്റ് ആണ് അതിന് കളർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം വീണ്ടും വാട്ടർ ഫോം ചെയ്യുമ്പോൾ അൺഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സോൾട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ വിസിബിൾ ചേഞ്ച് എന്താ? വൈറ്റ് കളറിലായിരിക്കുന്ന സാധനം എന്തായിട്ട് മാറും? ബ്ലൂ കളറിലായിട്ട് മാറും. ഓക്കെ, അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ, അതാണ് ആൻസർ. സോ കോപ്പർ 2 ഓക്സൈഡ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കോപ്പർ 2 ഓക്സൈഡ്. ഓക്കെ, നെക്സ്റ്റ്. Which compound get precipitated in the detection of carbon and hydrogen? കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഡിറ്റക്ഷൻ സമയത്ത് ഏത് കോമ്പൗണ്ട് ആണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, അപ്പം പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട് കാൽഷ്യം കാർബണേറ്റ് ആണ്. അതെങ്ങനെയാ കാൽഷ്യം കാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഏതിൽ കൂടെ പാസ് ചെയ്യും? ലൈം വാട്ടറിൽ കൂടെ പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ലൈം വാട്ടർ ആണെന്ന് വിചാരിക്കുക. ഈ ലൈം വാട്ടറിനെ അതിനെ മിൽക്കി ആക്കും. ലൈം വാട്ടർ എന്ന് പറയുമ്പോൾ അത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, COH twice. അതിനെ കാൽഷ്യം കാർബണേറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കാൽഷ്യം കാർബണേറ്റ് എന്നത് CaCO3. ഓക്കെ, കാൽഷ്യം കാർബണേറ്റ്. ഈ കാൽഷ്യം കാർബണേറ്റ് പ്രത്യേകത അത് ഇൻസോല്യൂബിൾ ആണ്. ഇൻസോല്യൂബിൾ ആയതുകൊണ്ട് അവിടെയുള്ള ടർബിഡിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇത് മിൽക്കി ആയിട്ട് മാറും, പാൽ നിറമായിട്ട് മാറും. അപ്പൊ അവിടുത്തെ പ്രസിപ്പിറ്റേറ്റ് ഏതാണ്? കാൽഷ്യം സൾഫേറ്റ്, സോറി, കാൽഷ്യം കാർബണേറ്റ് ആണ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ എലമെന്റ് ദാറ്റ് കനോട്ട് ബി ഡിറ്റക്റ്റഡ് ബൈ ലിസൈൻസ് ടെസ്റ്റ്. ലിസൈൻ ടെസ്റ്റ് വഴി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തത് ഏതാണ്? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ലിസൈൻസ് ടെസ്റ്റ് വഴി ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തത്? ഓക്കെ, ലിസൈൻസ് ടെസ്റ്റ് വഴി നമുക്ക് ഒരിക്കലും ഫ്ലൂറിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ് എല്ലാം ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്ലൂറിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫ്ലൂറിന് ഒഴികെയുള്ള ഹാലോജൻസിനെ മാത്രമേ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതാണ് ആൻസർ.